ഹലോ നമസ്കാരം, വെൽക്കം ടു എ DIY ഡേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മുട്ടത്തോടും ഒരു തെർമോക്കോളും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കർ പീസാണ്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടത്തോടൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വൈറ്റ് തന്നെ ആയതിനെക്കൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് കളറൊന്നും ആദ്യം അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് കളറാണോ ഉദ്ദേശിക്കുന്നത് ആ കളർ തന്നെ നമുക്ക് ഡയറക്റ്റ് അടിച്ച് തുടങ്ങാം. ഇപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ബേസ് കളർ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ മേലെ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത കളറുമായിട്ട് അത് മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ഉണങ്ങിയ ശേഷം മാത്രം ചെയ്യാം. ഷെൽസൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ടത്തോട് വെക്കാനുള്ള പൊസിഷൻസ് മാർക്ക് ചെയ്യാം. ഇപ്പോൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഒരു കട്ടർ കൊണ്ട് പതുക്കെ ചെറിയൊരു ഹോളാക്കി കൊടുക്കുക അവിടെ. ഇപ്പോൾ അത് മൂന്നും ഹോളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തമായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതവിടെ നമ്മുടെ മുട്ടത്തോടും ബേസും ഒക്കെ പെയിൻറ്റിങ് നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ മുട്ടത്തോടായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മൾ ഡെക്കർ പീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെറും മുട്ടത്തോടും തെർമോക്കോൾ പീസും വെച്ചിട്ട് നമുക്ക് എത്ര മനോഹരമായിട്ട് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു പീസാണത്. നമുക്ക് എത്ര മുട്ടത്തോട് വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ഡോട്ട് പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. നിങ്ങളതിൽ പെയിൻറ്റിങ് തന്നെ ചെയ്യണം എന്നില്ല. സ്റ്റിക്കർ ഒട്ടിക്കുകയോ സീക്വൻസ് പോലെ എന്തെങ്കിലും ഒട്ടിച്ച് അറേഞ്ച് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മുട്ടത്തോടൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.